نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ? 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കളെ എന്തൊക്കെയാണടാ? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? സുഖം എന്ന് പറയും ചോദിക്കാണ്ട് സാറേ എന്നത്തെ ചോദ്യ പേപ്പർ ഇങ്ങോട്ട് കാണിക്കുന്നില്ലേ? ഇന്നത്തെ ചോദ്യ പേപ്പർ കാണിക്കുകയാണ്. ഇതാ നോക്കൂ, ഇവിടെ ഒന്നാമത്തതായിട്ട് ലിസൺ ആൻഡ് റൈറ്റ്, രണ്ടാമത്തതായിട്ട് ഡിസ്ക്രിപ്ഷൻ, മൂന്നാമതായിട്ട് പോസ്റ്റർ, കോൺവെർസേഷൻ, പിന്നെ സീക്വൻസ് ഓഫ് ദ ഇവന്റ് ആണ്, പിന്നെ ക്രോസ് വേർഡ് പസിലാണ്. ഈ ഒരു സംഭവങ്ങളാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയുള്ള ചോദ്യ പേപ്പർ. ഇനി ആരും പറയേണ്ട ഭയങ്കര കടുപ്പാണ് അതാണ് ഇതാണ് എന്ന് പറയേണ്ട. ഈസിയുള്ള ചോദ്യ പേപ്പർ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ ഈ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഈ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട്. അത് കണ്ട കുട്ടികൾക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന കാര്യമാണ് സബ്സ്ക്രൈബ്. ചങ്ങായിമാരെ ഒരു സബ്സ്ക്രൈബ് പോയിട്ട് ചെയ്യണം. ഒറ്റ സബ്സ്ക്രൈബ് ഒന്ന് പോയി ചെയ്തേ, ഒരു സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം, എല്ലാവർക്കും ഒക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചോളി കേട്ടോ. അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. വേഞ്ചലി ഓക്കെ, റെഡി. വാച്ച് ദ പിക്ചർ കെയർഫുള്ളി. അപ്പോൾ ലിസൺ ആൻഡ് റൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ടീച്ചർ നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ചെറിയൊരു കഥയോ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ പറഞ്ഞ സംഭവം നമ്മളിങ്ങനെ കേട്ട് ഇതിൽ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ബലമായ ഒരു അഭിപ്രായവും ഒരു നിഗമനവും ഒരു വിലയിരുത്തലും. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, റെഡിയാ. അപ്പോൾ ഈ ഒരു സംഭവം അല്ലേ, ഈ ഒരു സംഭവം ടീച്ചർ വായിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾ എഴുതിയിട്ടുണ്ടാവൂലേ? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസിയിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് റൈറ്റ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് അല്ലേ. ഹൂ വേർ ദ 4 ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്? അപ്പോൾ ആരൊക്കെയാണ്? ഡീർ, മൗസ്, ടോട്ടോയ്സ്, ക്രോ. അങ്ങനെ എഴുതിയാൽ കിട്ടിയൊരു മാർക്ക്. അടുത്തത്, എവറി ഈവനിങ് ദേ യൂസ് ടു ഗെദർ നിയർ ദ ഡാഷ് ലേക്ക് എന്നാണ് അവിടെ വരുന്നത്. അടുത്തത്, ദ ഡീർ വാസ് മിസ്സിങ് അല്ലെ. ദ ഡീർ വാസ് മിസ്സിങ് ആണ് വരുന്നത്. അടുത്തത്, ദ ഡീർ ഓൾവേസ് കംസ് ഏർലി. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ് അല്ലേ. അടുത്തത്, ഐ വിൽ ഗോ ആൻഡ് ചെക്ക്. ഹൂ സെറ്റ് ദീസ് വേർഡ്സ്? ആരാണ്? ദ ക്രോ ആണ് അല്ലേ. അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ദ ക്രോ സോ ദ ഡീർ നിയർ ഇറ്റ്സ് നെസ്റ്റ് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് അല്ലേ. അവിടെ കൊടുത്തിരിക്കുന്ന ഇവൻറ്റ്സ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. 3 ചിത്രങ്ങളാണ് കൊടുത്തത്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യുക, പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ. 1ാം ക്ലാസ് മുതലേ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നവരാണ് നമ്മളില്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. പ്രോപ്പറായിട്ടുള്ള ലേ ഔട്ട്, അതേപോലെ തന്നെ അതിന് എന്താണ് മെസ്സേജ്, എന്താണ് നമുക്കൊരു ബ്രീഫായിട്ടുള്ള നല്ല കാച്ചി വേർഡ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷന് നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈസിയുള്ള ഒരു ചോദ്യമായിരുന്നു വന്നിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പോസ്റ്റർ. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. നമ്മളോട് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് അല്ലേ. മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ഒരു അമ്മക്കിളി വെട്ടിയ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അമ്മക്കിളിയുടെ കൂടും കുഞ്ഞുങ്ങളും ഒക്കെ നിലത്ത് വീണിട്ടുണ്ട്. അപ്പം മരങ്ങൾ വെട്ടി നശിപ്പിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വീട്, വാസസ്ഥലം നഷ്ടമായിട്ടുണ്ട് അല്ലേ. അതിൻ്റെ വീട് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ട്രീസ് അല്ലേ. നമ്മളോട് പറയാണ് പ്രൊട്ടക്റ്റിംഗ് ട്രീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിക്കൂടെ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? സേവ് ട്രീസ്, സേവ് എർത്ത് അല്ലേ. സേവ് ദ വേൾഡ്, പ്ലാന്റ് എ ട്രീ. സേവ് അവർ എർത്ത്, പ്ലാന്റ് ട്രീസ്. സേവ് ട്രീസ്, പ്രൊട്ടക്ട് നാച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും 1-2 വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഭംഗിയായിട്ട് അക്ഷരങ്ങളുടെ വലിപ്പം, വാക്കുകളുടെ വലിപ്പം കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്കറിയാം. മലയാളത്തിൽ ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞതാ അല്ലേ. അങ്ങനെയാ പോസ്റ്റർ ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. അതേപോലെ നല്ല വൃത്തിയിൽ ആകർഷണീയമായ രീതിയിൽ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കിയാൽ നമുക്ക് ഈ ഒരു പോസ്റ്ററിന് ഫുള്ള് മാർക്ക് നമുക്ക് കിട്ടും, ഉറപ്പുള്ള കാര്യം. ഓക്കെ, അടുത്തതിൽ നമുക്ക് പോവാണ്. ആക്ടിവിറ്റി 4ലേക്ക് നമ്മൾ പോവാണ്. കോൺവെർസേഷൻ ആണ് അല്ലേ. ദ ചൈൽഡ്സ് ഫാദർ വെന്റ് ടു ദ ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസ്. ഹി ടോൾഡ് ദ മാൻ ഇൻ ദ ഓഫീസ് അബൌട്ട് ഹിസ് മിസ്സിംഗ് ചൈൽഡ് അല്ലേ. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മാൻ ഇൻ ദ ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസ് ആൻഡ് ദ ചൈൽഡ്സ് ഫാദർ അല്ലേ. അപ്പോൾ ഒരു കുട്ടീനെ മിസ്സായത് നമുക്കറിയാം. ലോസ്റ്റ് ചൈൽഡിൽ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു കമ്മിറ്റി ഓഫീസിലേക്ക് പോയിട്ട് അവിടുന്ന് എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എന്താണ്, എവിടുന്നാണ് നഷ്ടപ്പെട്ടത്, കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഇംഗ്ലീഷിലാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. മാൻ എന്തോന്ന് ചോദിക്കുന്നുണ്ട്, മാൻ ചോദിക്കുന്നതിന് ഐ ലോസ്റ്റ് മൈ ചൈൽഡ് അല്ലേ, എൻ്റെ കുട്ടിയെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ മാൻ അടുത്ത ചോദ്യം ചോദിക്കും, എവിടുന്നാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഫാദർ അതിന് ഉത്തരം പറയും. മാൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കും, ഫാദർ അതിന് ഉത്തരം പറയും അല്ലേ. ഈ ഒരു സംഭവം ഇങ്ങനെയുള്ള ഒരു കോൺവെർസേഷനാണ്. ഈ ഒരു കോൺവെർസേഷൻ, ഇതുപോലെയുള്ള കോൺവെർസേഷൻ ഒരുപാട് നമ്മൾ എഴുതി നോക്കിയതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺവെർസേഷൻ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വീഡിയോ കണ്ടവർക്കൊക്കെ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. ഇനി അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. സ്വീക്കൻസ് ദ ഇവൻറ്റ്സ് ആണ് അല്ലേ. ഡു യു റിമെമ്പർ ഇവാൻ? ഇവാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇവാൻ നല്ലോണം പഠിച്ചോളി. ഇവാൻ അല്ലേ. ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സിൽ നമ്മൾ ഇവാനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഇവൻറ്റ്സ് നമ്മളോട് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, ഓർഡർ ആയിട്ട് എഴുതാൻ വേണ്ടി പറയുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ദ മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് അല്ലേ. മെർച്ചൻറ്റ് എന്ത് ചെയ്യാണ്, ഇവാൻ ഒരു ഡ്രിങ്ക് കൊടുക്കുകയാണ് അല്ലേ. ദ മെർച്ചൻറ്റ് പുഷ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ ഒരു ഓപ്പൺ സീയിലേക്ക് ഒരു ബോട്ടിൽ കയറ്റിയിട്ട് ഇവാൻ അങ്ങോട്ട് വിടുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത് ക്യാപ്റ്റൻ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് ഇൻ ദ സീ അല്ലേ. അടുത്തതാണ് മൂന്നാമത്തത് വരുന്നത്. നാലാമത്തത് വരുന്നതോ ഇവാൻ ബിക്കം ദ കിങ് ആണ്. അഞ്ചാമത്തത് വരുന്നത് ദ മെർച്ചൻറ്റ് ബിക്കം ദ സെർവൻറ്റ് അല്ലേ. മെർച്ചൻറ്റ് എന്ത് ചെയ്യാണ്, ലാസ്റ്റ് സെർവൻ്റ് ആവുകയാണ്, ഇവാൻ കിങ് ആവുന്നുണ്ട് അല്ലേ. സംഭവങ്ങളൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് എഴുതി കൊടുക്കാം. എന്താ എഴുതി കൊടുക്കുന്നതിന് ഈസിയാണ്. അത് കഴിഞ്ഞ് നമ്മളാണ് നേരെ അടുത്തതിലേക്ക് പോവാണ്. ക്രോസ് വേർഡ് പസിലാണ്. വളരെ ഈസിയുള്ള അടുത്തൊരു ചോദ്യമാണ് ക്രോസ് വേർഡ് പസിൽ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽസ്. ഓക്കെ, അക്രോസ്. അപ്പോൾ അതായത് നേരെ കൊടുക്കുന്നതിന് എന്താണ് നോക്കൂ. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് എന്താണ്, ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ് അല്ലേ. ഇനി അടുത്തത് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ LSSന് വരും കേട്ടോ. അങ്ങനെ ക്രോസ് വേർഡ് ഒന്നും അല്ലെങ്കിലും കേട്ടോ. നോക്കിക്കോ. ഇവാൻ വെൻ ടു ദ, രണ്ടാമത്തത് എന്താ, പാലസ് അല്ലേ. ഇവാൻ വെൻ ടു ദ പാലസ്. ദ കിങ് ഓർഡേർഡ് ദ മെൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ ട്രീ. മൂന്നാമത്തത് നോക്ക്, ട്രീസ് അല്ലേ. ഇനി അടുത്തത് ഇവാൻ ആസ്ക്ഡ് ദ ഡാഷ് എന്താണ്, servants to open the windows അല്ലേ. ഇനി അടുത്തത് അഞ്ചാമത്തത് many crows perched on the window. ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള അടിപൊളി ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞിട്ടുണ്ട് ചോദ്യം. ഞാൻ വിചാരിച്ചു ഇനിയും ചോദ്യമുണ്ട്. 6ാമത്തെ നമ്മൾ വായിച്ച് അല്ലേ, കഴിഞ്ഞിട്ടുണ്ട് ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയുള്ള ഒരു ചോദ്യ പേപ്പറായിരുന്നു. എൻ്റെ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും, മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു കടുകട്ടിയുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങളെല്ലാവരും എഴുതിയിട്ട് നല്ല ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഇല്ലേ, പറ്റിയിട്ടുണ്ടാവില്ലേ. ഇനി എന്തെങ്കിലും നിർഭാഗ്യവശാൽ എന്തെങ്കിലും വിട്ടുപോയിട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് അടുത്ത പരീക്ഷയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഉഷാറാക്കാം കേട്ടോ. മക്കളെ പേടിക്കൊന്നും വേണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ പറയുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം, കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇപ്പം ശരിക്കും ബൈ പറയണം. ടാറ്റാ ബൈ, സി യു.